തീർച്ചയായും ഇത്രയും ഒരു ക്രൗഡ് എല്ലാരും നമ്മുടെ ഹനാൻഷിയെ വെയിറ്റ് ചെയ്തിട്ട് ഇരിക്കുകയാണല്ലേ. യെസ്, ഹനാൻഷിയുടെ വ്ലോഗ് ആണോ സോങ് ആണോ ഏറ്റവും ഇഷ്ടം? രണ്ടും ഇഷ്ടമാണ് അല്ലെ? രണ്ടും ഇഷ്ടമാണ്. ഓക്കെ, മദൻ ഹനാൻഷിക്ക് മാത്രമാണോ അത് സ്റ്റീലിന് ഫാൻസ് ഉണ്ടോ? അപ്പൊ നമ്മുടെ ഈച്ചൂനോ? അടിപൊളി, എല്ലാരും കട്ട ഫാൻ ആണല്ലേ. ഓക്കെ, നമുക്ക് ഇന്ന് അടിച്ച് പൊളിക്കാനുള്ള ദിവസമാണ്. നമ്മുടെ ഈ ഫ്യൂച്ചറിന്റെ ഈ ഇനോഗ്രേഷന്റെ ഭാഗമായിട്ടുള്ള ഈ ആഘോഷം നമ്മൾ അങ്ങോട്ട് കോട്ടക്കലിലെ മറ്റൊരു പൂരമാക്കി മാറ്റാൻ പോവാണ്. യെസ്, നമ്മൾ റെഡിയല്ലേ? ഓക്കെ, നമ്മുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഇനിയും ആരെങ്കിലും ഫോളോ ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഫോളോ ചെയ്യാം. കാരണം നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്ന ഏറ്റവും വലിയ സുവർണ അവസരം എന്ന് പറയുന്നത് നമ്മുടെ ഹനാൻഷിയുടെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കാം, ഒപ്പം തന്നെ സർപ്രൈസ് ഗിഫ്റ്റുകൾ വാങ്ങിക്കാം എന്നുള്ളത് തന്നെയാണ്. ഹനാൻ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ലൈവ് ആയിട്ടാണ് വിന്നേഴ്സിനെ പിക്ക് ചെയ്യുന്നത് എന്നും കൂടി അറിയിക്കുകയാണ്. അപ്പൊ ഇപ്പൊ തന്നെ വേഗം ഫോളോ ചെയ്തോളൂ. അപ്പം ഇവിടെ നടക്കുന്ന എല്ലാ സംഭവങ്ങളും നിങ്ങൾ ക്യാപ്ചർ ചെയ്തിട്ട് സ്റ്റോറി ഇട്ടാൽ സ്റ്റോറിയിൽ ഇടുന്ന ആളുകൾക്കും നമ്മള് ഗിഫ്റ്റുകൾ കൈമാറേണ്ടതുണ്ട്. അപ്പൊ നമ്മൾ അടിച്ച് പൊളിക്കല്ലേ? അവരെപ്പോഴേ തയ്യാറായിട്ട് നിൽക്കുകയാണ്. വരൂ, അവിടെ ഹാഫിസ് വരൂ, ഞങ്ങളുടെ കൂടെ ഉള്ള ഒരാളാണ്. ഹാഫിസ് ഗംഭീരമായിട്ട് രീതികൾ കൈകാര്യം ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് വളരെ പരിചിതമുള്ള ഒരാളാണ്. അപ്പൊ ഞാനൊക്കെ ഏറ്റവും കൂടുതൽ ഇങ്ങനെ സംസാരിക്കുന്നതുകൊണ്ടാണ് ഒന്ന് ഫ്രണ്ടിലേക്ക് കയറിയത്. നമുക്കൊന്ന് മൈക്ക് ഷെയർ ചെയ്യാം. അപ്പൊ ഞങ്ങളൊരു ടാസ്ക് തരട്ടെ. കാരണം നേരത്തെ ഹാഫിസ് പറഞ്ഞിരുന്നു ആരാണ് നമ്മൾ കുറച്ച് ഫോട്ടോസ് എടുക്കുന്നു, ആരാണ് ടാഗ് ചെയ്യുന്നത്, ആ ടാഗ് ചെയ്യുന്നതിൽ നിന്ന് നമ്മൾ ഒരാളെ തിരഞ്ഞെടുത്തുകൊണ്ട് ലൈവായിട്ട് തിരഞ്ഞെടുത്തുകൊണ്ട് നമുക്ക് ഹനാനോട് ഒരു ഫോട്ടോ എടുക്കാനുള്ള സ്ഥലം. കാരണം എല്ലാവർക്കും അതൊരു ആഗ്രഹമുണ്ട് അല്ലെ, നമുക്കൊരു സെൽഫി എടുത്താൽ കൊള്ളാം, അല്ലെങ്കിൽ ഒരു ഫോട്ടോസ് എടുത്താൽ കൊള്ളാം. ഒന്ന് നമുക്ക് അദ്ദേഹത്തിനുള്ള ഏറ്റവും കൂടുതൽ ഇഷ്ടം, പിന്നെ പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിലേക്ക് വരുന്ന ഒരു സ്നേഹം. അപ്പൊ നമുക്ക് ഹബ്സ് എന്തെങ്കിലും ഒരു ടാസ്ക് ഇവർക്ക് കൊടുത്താലോ? ആ ടാസ്ക് ചെയ്തിട്ട് വരുന്നവർക്കും കൂടി നമുക്ക് ഇങ്ങനെ ഒരു സൗകര്യം കൊടുക്കാം അല്ലെ? കാരണം ഏറ്റവും അടുത്ത് നിൽക്കുന്നവരും അതേപോലെ ഏറ്റവും ബാക്ക് സൈഡ് നിൽക്കുന്നവരും ഒക്കെ ഒരുപാട് പേരുണ്ട്. അപ്പൊ ചെറിയൊരു സഹകരണം ഏറ്റവും പുറകെ ഫോട്ടോ എടുക്കല്ലോ.
ഓരോട് പറയാം Rádio. നമുക്ക് ഇവിടെയൊക്കെ വിശേഷങ്ങൾ കേട്ട് സമയത്ത് വളരെ കോട്ടകളി ഇങ്ങനെ പ്രോഗ്രാമിന് വരാൻ പറ്റിയത് ഒരുപാട് സന്തോഷം. നിങ്ങളെ കാണാൻ പറ്റിയത് ഒരുപാട് സന്തോഷം. പിന്നെ എന്തായാലും നമ്മൾ ഈ ഒരു സമയത്തിനുള്ളിൽ ഇന്ത്യൻസ് പറഞ്ഞു കഴിഞ്ഞു അല്ലേ നിങ്ങൾക്ക് ചോദിക്കാനുണ്ടോ? എന്തായാലും നമ്മുടെ ഡയറക്ടേഴ്സ് ഈ എവിടെ ചെന്നാലും മലപ്പുറം ഒരു അഹങ്കാരം തന്നെയാണ്. കാരണം എവിടെ ചെന്നാലും മലപ്പുറത്തിന്റെ ജനങ്ങളുടെ സ്നേഹവും എവിടെ ചെന്നാലുള്ള ഈ ഒരു ക്രൗഡും അപ്പോ ഈ ഒരു കോട്ടകളില് ഏൽപ്പിച്ചവരുണ്ട്. എല്ലാവരും സപ്പോർട്ട് ഏൽപ്പിച്ചവരുണ്ടാവുക. കാണാൻ പറ്റട്ടോ. നമ്മുടെ മണവാളൻ ടീം മൊത്തം ഒരു സ്നേഹ സമ്മാനം നമ്മൾ നമ്മുടെ ഫ്യൂച്ചറിന്റെ സ്നേഹ സമ്മാനമാണ്. Award by MACAP. MACAP നിങ്ങൾ ഞങ്ങളൊരു യാത്ര ആരംഭിച്ചത് 4 വർഷത്തിന് ശേഷം 5ാമത്തെ സ്ഥാപനത്തിന്റെ ഉദ്ഘാടന ചടങ്ങ് വളരെ സന്തോഷപൂർവ്വം നിങ്ങൾ സാക്ഷ്യപ്പെടുത്തി ഞങ്ങൾ നിർവഹിക്കുന്നു എന്നുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ പ്രവർത്തിച്ച് ഞങ്ങളുടെ വലിയ അഭിനന്ദനമാണ് നൽകുന്നത്. തീർച്ചയായും MACAPന്റെ 5ാമത്തെ ഔട്ട്ലെറ്റാണ് ഈ ഫ്യൂച്ചറിലെ നമ്മുടെ happy happy chakka happy
നമ്മുടെ ഫ്യൂച്ചറിലെ ഒരു മോളൊക്കെയാണ് നമ്മുടെ ഞങ്ങളുടെ CEO രാഷ്ട്രീയ ഞങ്ങളുടെ CEO ഞങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു സ്ഥാപനം അവിടെ നിന്നാൽ എങ്ങനെയാണ് ഒരു നല്ല കൈയുടെ ഉണ്ട് കാരണം ഞങ്ങൾ നമുക്ക് വേണ്ടി വളരെ മനോഹരമായിട്ട് ഒരു കാഴ്ച നമുക്ക് സമ്മാനിച്ചൊരു കാര്യമാണ് ഫ്യൂച്ചറാണ്. അതോടൊപ്പം തന്നെ ഇങ്ങനത്തെ ഔപചാരികമായിട്ടുള്ള ഉദ്ഘാടന ചടങ്ങ് ചെയ്തിട്ടുള്ള വിശേഷങ്ങളൊക്കെ പറഞ്ഞ് നമ്മൾ തുടങ്ങിയിട്ടില്ല. ഞങ്ങൾക്ക് ഫോട്ടോ ക്യാമറ കൃത്യമായിട്ട് കിട്ടിയിട്ടാണ് വരുന്നത്. അല്ലാതെ ഇതിന് വിശേഷങ്ങളിലേക്കൊക്കെ പോകേണ്ട സമയം വന്നിട്ടുണ്ട്. കഴിഞ്ഞു നമ്മളുടെ ഫോട്ടോ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. എന്താണ് വിശേഷം? സുഖമാണോ? സോ എനിക്ക് ഒരുപാട് കുട്ടികളുടെ ആഗ്രഹപ്രകാരം ഇന്ന് അവരെ കൂട്ടി ഇന്ന് വന്നതിന് എല്ലാ പാരൻസിനോടും ബിഗ് താങ്ക്സ്. അതുപോലെ തന്നെ ഈ സൈഡ് മൊത്തം ഒരു ലോഡ് സുന്ദരമാരെ കാണാൻ പറ്റുന്നുണ്ട്. സോ കുറച്ച് സമയത്തിന് ശേഷം കോട്ടക്കൽ വരാൻ പറ്റിയതിൽ അദ്ദേഹം സന്തോഷം. നിങ്ങളുടെ ഏതൊരു ഫ്യൂച്ചറിൽ നിങ്ങളുടെ ഉദ്ഘാടനത്തിന്റെ ഭാഗമാകാൻ പറ്റുന്ന അഭ്യാസം. സ്റ്റേജിന്റെ സ്റ്റേജിന്റെ സൈഡിൽ എന്തിനാണ് ഈ ഒരു ബോസ് കുറച്ചൊന്ന് ബാക്കിലേക്കാണോ കുറച്ചൊന്ന് ബാക്കിലേക്കാണ് കുറച്ച് ബോസ് ബാക്കിലേക്കാണ് എവിടെ നമ്മുടെ സെക്യൂരിറ്റി പോകുമോ ഇത്രയും ഒരു ക്രൗഡ് ചാനൽ വളരെ സുരക്ഷിതമായിട്ടുള്ള ഒരു സ്ഥലമാണ് അല്ലേ? എപ്പോഴും വന്നു പോകുന്ന അല്ലെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഒന്ന് രണ്ട് വർഷങ്ങൾക്ക് മുൻപാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതുപോലുള്ള സാഹചര്യങ്ങളിലും ഇതിന്റെ ഉമ്മ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഒരു രക്ഷയില്ല. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരാളാണ് മാനവിന്റെ ഉമ്മ. ഗംഭീരമാണ്. ഇവിടെയാണ് മക്കളെ ഒന്ന് ബാക്കിലേക്ക് ഇറങ്ങി നിൽക്കാമോ? നല്ല കുട്ടികളല്ലേ, കുറച്ചൊന്ന് ബാക്കിലേക്ക് വിശ്വസിച്ചിരുന്നല്ല. വിശാലായിട്ട് പോകണോ? യൂണിഫോം സ്കൂളിൽ പോകാത്തതുണ്ടോ? സ്കൂളിനകത്തോട് നടക്കുന്നുണ്ടോ? പ്രശ്നമില്ല. ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല. എന്റെ പുതിയ പാട്ട് എല്ലാവരും കേട്ടീനാ? ഏതാ? സോ ആ ഒരു ചാൻസ് എനിക്ക് തന്നിട്ടുള്ളത് ജെയ്സൺ ചേട്ടനാണ്. മലയാളത്തിൽ ഇത്രയും കാലം സിനിമ ഇറക്കിട്ട് വെച്ചിട്ട് ഏറ്റവും കൂടുതൽ കളക്ഷൻ വന്നിട്ടുള്ള പടമാണ് ലോക. സോ അതിന്റെ ഒരു ട്രാക്ക് എനിക്ക് തന്നിട്ട് ഞാൻ ചേട്ടനോട് ഞങ്ങളുടെ പടത്തിന്റെ പ്രൊഡ്യൂസറായ ദുൽഖർ സൽമാനോട് നമുക്ക് പറയുന്നത്. സോ എന്തായാലും ഞാൻ എൻ്റെ നോർമൽ സോങ്സ് എല്ലാവർക്കും പാടിത്തരാം. അതിൻ്റെ കൂടി ഈച്ച് ഒന്ന് പെർഫോം ചെയ്യുന്നുണ്ടാവും. നമ്മൾ പെട്ടെന്ന് പാടിയിട്ട് നിങ്ങൾ വലിയ ബുദ്ധിമുട്ടാക്കാൻ നമ്മൾ പോവാം. ഓക്കെ? ഞാനിങ്ങനെ ആലോചിച്ചല്ലേ, ഞാനിവിടെ കുറേ പ്രാവശ്യം വന്നിട്ടുണ്ട്. അന്നൊക്കെ നിങ്ങളെ വിളിക്കുക എല്ലാവരും. ഞാനിപ്പോൾ 5ാമത്തെ പ്രാവശ്യമാണ് കോട്ടക്കല്ല് വരുന്നത്. സോ 5ാമത്തെ വരണം എന്തായാലും കഴിച്ചില്ല.
ഇതാണ് നമ്മളെ ഹനാൻ ഷാന്റെ വീഡിയോഗ്രാഫർ. കാണാ കാണാ കാണാ. ഹനാൻ്റെ അടിപൊളി ഫോട്ടോഗ്രാഫിക്സ് സോ നെക്സ്റ്റ് ചിറാപ്പുഞ്ചി പാടുന്നതിന് മുമ്പ് എനിക്ക് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു പാട്ടുണ്ട്. കവിതകളൊഴു ഷാജുക്കാർക്ക് മൊമെന്റോ കൊടുക്കണ സമയത്ത് വീഡിയോയില് പെട്ടിട്ടില്ല, വീഡിയോ കിട്ടിയില്ല, എത്തിപ്പെട്ടില്ല. മൊമെന്റോ ഇവിടെ കൊടുത്തോളി. അയ്യോ മൊമെന്റോ ഇതല്ല, മൊമെന്റോ എടുത്തിട്ട് ഷാജുവിൻ്റെയും ഐഷാജിൻ്റെയും കൂടി ഫാൻസേര് ഫോട്ടോ എടുക്കട്ടോ. ഷാജിൻ്റെ ഫാൻസ് കൂടെയുള്ള ചെറിയ കുട്ടികളാണ്, പുതിയ കപ്പിൾസാണ് രണ്ടാമത്. ഒരുമിച്ച് പോയാൽ മതിയല്ലേ? ഒരുമിച്ച് പോയാൽ പോരെ?